ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നുറുക്ക് ഗോതമ്പ് വെച്ച് തയ്യാറാക്കിയിട്ടുള്ള ഒരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ ഇത് തയ്യാറാക്കാൻ ഞാനിവിടെ ഒരു കപ്പിൽ നുറുക്ക് ഗോതമ്പ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊരു 3-4 പ്രാവശ്യം നമ്മുടെ നുറുക്ക് ഗോതമ്പ് നല്ല പോലെ തന്നെ ഒന്ന് വാഷ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് തന്നെ ഞാനിവിടെ ഇത് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുതിർത്ത് വെക്കണം. അപ്പോൾ ഞാൻ ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് കുതിർത്ത് വെക്കുന്നത്. ചൂടുവെള്ളം ഒഴിച്ചിട്ട് കുതിർത്ത് വെക്കുന്ന സമയത്ത് നമുക്കൊരു 1/4-3 മണിക്കൂർ കൊണ്ട് തന്നെ ഇത് നല്ല പോലെ സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു 1.5-2 മണിക്കൂറൊക്കെ എടുക്കും. അപ്പോൾ പെട്ടെന്നൊക്കെ തയ്യാറാക്കണമെങ്കിൽ കണ്ടില്ല, ഇതുപോലെ നമുക്കൊരു 1/2 മണിക്കൂർ ചൂടുവെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ചാൽ മതിയാവും. ഇപ്പം നമ്മുടെ നുറുക്ക് ഗോതമ്പ് നന്നായിട്ട് തന്നെ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൽ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ വാർത്തിയെടുക്കുക കേട്ടോ. ഒട്ടും തന്നെ വെള്ളമൊന്നും ഇല്ലാതെ അതുപോലെ കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് വാർത്തിയെടുക്കുക. അതിന് ശേഷം നമുക്കിത് നന്നായിട്ട് ഒന്ന് മിക്സിയിലേക്ക് മാറ്റിയിട്ട് പേസ്റ്റാക്കി എടുക്കണം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് മിക്സീൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ഒരു കുതിർത്ത് വെച്ചിട്ടുള്ള നുറുക്ക് ഗോതമ്പ് നമുക്ക് ആ മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. അപ്പോൾ ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയിട്ട് ഞാൻ പിന്നെ ഇതിലേക്ക് ശർക്കരപ്പാനി കൂടെ ചേർത്തിട്ടാണ് അത് അടിച്ചെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് അവിടെ ഒരു വലിയ ആണി ശർക്കര എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 50 ഗ്രാമോളം ഉള്ള ശർക്കര ആണ്. അപ്പോൾ അത് നമുക്ക് പാനിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അതിനുശേഷം പിന്നെ ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു 1/2 കപ്പ് വെള്ളം മാത്രമാണ് കേട്ടോ. നമുക്ക് ഒരുപാട് അങ്ങനെ ലൂസാക്കിയിട്ടുള്ളൊരു മാവ് ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നമുക്കൊരു വെറും 1/2 കപ്പോളം വെള്ളം മാത്രം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊരു പാനിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ നന്നായിട്ട് തിളച്ചൊക്കെ വരുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ശർക്കരപ്പാനി റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റുമല്ലോ. വേറെ നമ്മൾ എക്സ്ട്രാ വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നുറുക്ക് ഗോതമ്പിലേക്ക് ഈ ഒരു ഡയറക്റ്റ് ശർക്കരപ്പാനി ചേർത്തിട്ടാണ് നമ്മൾ മാവാക്കി എടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ശർക്കരപ്പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടോട് കൂടി ചേർത്ത് കൊടുക്കേണ്ട, ഒരു ചെറിയ ചൂടായിട്ട് ഒന്ന് മാറുന്ന സമയത്ത് നമുക്ക് നമ്മൾ നേരത്തെ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുള്ള നുറുക്ക് ഗോതമ്പിൻ്റെ കൂടെ ഈ ഒരു ശർക്കരപ്പാനിയും കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇതാ ഞാനിത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കഴിയുന്നത്ര നല്ല പേസ്റ്റ് ആക്കിയിട്ട് തന്നെ വേണം അടിച്ചെടുക്കാൻ. അപ്പോൾ അടിച്ചെടുത്തിട്ടുള്ള ഈ ഒരു മാവ് നമുക്കൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ ആഡ് ചെയ്തെടുക്കാനുണ്ട്. ഒരുപാട് വലിയ ഇൻഗ്രീഡിയൻസ് ഒന്നുമല്ല, കുഞ്ഞു കുഞ്ഞു ഇൻഗ്രീഡിയൻസ് മാത്രം നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളൂ. ഇപ്പോൾ ഞാനതിലേക്ക് ഒരു 1/2 കപ്പോളം റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ വേറെ പൊടികളൊന്നും ചേർത്തിട്ടില്ലല്ലോ, ആ ഒരു നുറുക്ക് ഗോതമ്പ് മാത്രമല്ല ശർക്കരപ്പാനി ചേർത്ത് അടിച്ചെടുത്തിട്ടുള്ളൂ. അപ്പം നമുക്കിതൊന്ന് കട്ടിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു 1/2 കപ്പ് റവ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ റവ എടുക്കുന്ന സമയത്ത് പ്ലെയിൻ ആയുള്ള അതല്ല റോസ്റ്റഡ് ആയിട്ടുള്ള റവ ആയാലൊന്നും കുഴപ്പമില്ല കേട്ടോ. ഏതാണെങ്കിലും നമുക്കൊരു 1/2 കപ്പ് അളവിൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 1/4 ടീസ്പൂണിനേക്കാളും പകുതിയൊക്കെ മതിയാവും. മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ അത്രയും അളവിൽ നമുക്ക് ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. അതായത് ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി തന്നെയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഏകദേശം ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്തുള്ള നമ്മുടെ ചെറിയ ജീരകം പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഓപ്ഷണലാണ്, ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഫ്ലേവറാണ്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. ഇനിയിപ്പം നമുക്ക് മുഴുവനോടെയുള്ള ജീരകം ചേർക്കാം. അപ്പം മുഴുവനോടുള്ള ജീരകം ചേർക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ നുറുക്ക് ഗോതമ്പ് അടിച്ചെടുക്കുന്ന സമയത്ത് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മുഴുവനോടെയുള്ള ജീരകം ചേർത്തിട്ട് അങ്ങനെയും നമുക്ക് അടിച്ചെടുത്തിട്ട് തയ്യാറാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും ചേർത്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് ഇതാ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതൊരു 15 മിനിറ്റ് സമയം ഒന്ന് മൂടി വെക്കുന്നുണ്ട്. അതായത് എല്ലാം കൂടെ ഒന്ന് സെറ്റായിട്ട് വരാനാണ്. നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ആ ഒരു റവയൊക്കെ ഇപ്പോൾ നന്നായിട്ട് തന്നെ ഒരു 15 മിനിറ്റ് കൊണ്ട് നല്ല പോലെ തന്നെ ഇതിൽ കിടന്ന് സോക്കായിട്ടുണ്ട്. കണ്ടില്ല, നേരത്തെ നമ്മുടെ ആ ഒരു ബാറ്ററിയുള്ള ആ ഒരു കൺസിസ്റ്റൻസിയിലല്ല, ഇപ്പോൾ കുറച്ചുകൂടെ നല്ല തിക്കായിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് ഈ ഒരു ബാറ്ററി ആക്കിയെടുക്കേണ്ടത്. ഇനി എണ്ണ നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഡീപ് ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ മാവ് ഒഴിക്കുന്ന സമയത്ത് നിങ്ങൾ എന്തായാലും ഹൈ ഫ്ലെയിമിൽ തന്നെ നന്നായിട്ട് എണ്ണ ചൂടാക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. അതിനുശേഷം പിന്നെ നമുക്ക് ഫ്ലെയിം നല്ല പോലെ തന്നെ കുറച്ച് വെച്ചിട്ട് ഇതുപോലെ കുറച്ച് ഓയിലൊക്കെ അതിൻ്റെ മേലേക്കായിട്ട് ഒന്ന് ആക്കി കൊടുക്കുകയാണെങ്കിൽ നല്ല പോലെ തന്നെ അതങ്ങ് പൊങ്ങി വന്നോളും.
അപ്പോൾ ഒരു സൈഡ് കണ്ടില്ലേ നന്നായിട്ട് കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് കുക്കായിട്ട് വരുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ സൈഡും കൂടെ ഈ ഒരു രീതിക്ക് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. അതോടൊപ്പം തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നല്ല നല്ല വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ മിസ്സാവാതെ കിട്ടാൻ കൂടെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്തോളൂ കേട്ടോ. നെക്സ്റ്റ് നല്ല ഒരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ, താങ്ക് യു.